ഹായ്, 3 സെന്റ് പ്ലോട്ടിനോട് തയ്യാറാക്കിയിട്ടുള്ള 715 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ പ്ലാനും ഡിസൈനും അതോടൊപ്പം തന്നെ ആ ഒരു വീട് നിർമ്മിക്കാനായിട്ട് എത്ര ചെലവ് വരുമെന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഞാൻ ഹനി, പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത് വീട് നിർമ്മിക്കാനും വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നേരെ വീട്ടിലേക്ക് എടുക്കാം. ആദ്യമായിട്ട് നമുക്ക് ഒരു വീടിന്റെ പ്ലാനും അതിന്റെ 3D പ്ലാനൊക്കെ ഒന്ന് കാണാം. ഇത് ഈ വീടിന്റെ 3D പ്ലാൻ ആണ്. ഈ ഭാഗത്തായിട്ട് സെറ്റ് ഔട്ട് വരുന്നുണ്ട്. സെറ്റ് ഔട്ട് ഈ ഒരു ലിവിംഗ് കം ഡൈനിങ് ഹാളിലേക്കാണ് നടക്കുന്നത്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. ഇത് കിച്ചൺ. ഈ ഭാഗത്തായിട്ട് ഓപ്പൺ ഡ്രസ്സിലേക്ക് സ്റ്റെയർ റൂം കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ 2D പ്ലാൻ ആണ്. 250-130 സെന്റിമീറ്റർ എന്ന അളവിലാണ് സെറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തത് ലിവിംഗ് ഏരിയ ആണ്. 250-560 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയയുടെ സൈസ്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 250-350 എന്ന അളവിലാണ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 300-340 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ സൈസ്. ഈ ഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഓപ്പൺ ഡ്രസ്സിലേക്ക് ഒരു സ്റ്റെയർ റൂം, ഇവിടെ ഒരു കിച്ചണും കൊടുത്തിട്ടുണ്ട്. വീടിന്റെ പ്ലാനും ഡിസൈനുകളും കണ്ടല്ലോ. നമുക്ക് ഈ ഒരു വീട് നിർമ്മിക്കാനായിട്ട് എത്ര ചെലവ് വരും എന്നുള്ളത് നോക്കാം. ഇത് ബജറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു റേറ്റ് ആണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഒരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഒന്നുമല്ല. നമുക്ക് സൈറ്റ് കണ്ടീഷൻ അതുപോലെ ലൊക്കേഷനൊക്കെ അനുസരിച്ച് ഓരോ വീടിന്റെ നിർമ്മാണ ചെലവിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു വീട് അത്യാവശ്യം ബജറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു റേറ്റ് ആണ്, അല്ലാതെ ഒരു ലോ കോസ്റ്റ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു റേറ്റ് അല്ല പറയുന്നത്. അപ്പോൾ നേരെ ഈ വീടിന്റെ നിർമ്മാണ ചെലവ് എത്ര വരും എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് ഫൗണ്ടേഷൻ 2,77,000 രൂപയാണ് ഈ ഒരു വീടിന്റെ ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. എർത്ത് വർക്ക് 11,000 രൂപ. കരിങ്കല്ലിന്റെ വർക്ക് വരുന്നത് 1,27,000. ബെൽറ്റ് 55,000 രൂപ. അതിൽ വരുന്ന എർത്ത് ഫില്ലിങ് 48,000. ഇത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. നമുക്ക് സൈറ്റിൽ നിന്ന് തന്നെ ആ മണ്ണ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു 48,000 എന്ന് പറയുന്നതിൽ നമുക്ക് ജസ്റ്റ് ആ ഒരു ലേബർ കോസ്റ്റ് മാത്രമേ ആവശ്യമാവുള്ളൂ. അതുപോലെ തന്നെ ഓരോ ലൊക്കേഷൻ അനുസരിച്ച് നമ്മൾ മണ്ണിന്റെ വില വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലൊക്കെ ആണെങ്കിൽ ഒരു 3,500 മുതൽ 5,000 വരെയാണ് ഒരു ലോഡ് മണ്ണിനൊക്കെ വില വരുന്നത്. അത് കുറവും കൂടുതലുള്ള സ്ഥലങ്ങളുണ്ടാവും. അതിനനുസരിച്ച് അതിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നീട് അതിന് മുകളിൽ വരുന്ന PCC കോൺക്രീറ്റ് ഒരു 33,000 രൂപ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് 2,77,000 രൂപ ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. അടുത്തതായിട്ട് ബ്രിക്ക് വർക്ക് 2,16,000 രൂപ. ലിൻഡൽ സൺഷെയ്ഡ് 95,000 രൂപ. റൂഫ് സ്ലാബ് 1,42,000 രൂപ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ 7,32,000 രൂപയോളം നമുക്ക് ചെലവ് പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. ഇനി അടുത്തതായിട്ട് പ്ലാസ്റ്ററിങ് 1,78,000 രൂപ. പെയിന്റിങ് 1,27,000 രൂപ. ടൈല് 1,15,000 രൂപ. ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് 1,00,000. ഡോർസ് ആൻഡ് വിൻഡോസ് 1,56,000. അപ്പൊ അങ്ങനെ ആകെ 14,10,000 രൂപയാണ് വീടിന്റെ നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ 1,973 രൂപയാണ് ഈ വീട് നിർമ്മിക്കുന്നതിന്റെ പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. ഇത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഒന്നുമല്ല. നമ്മുടെ ലൊക്കേഷൻ അതൊക്കെ അനുസരിച്ച്, സൈറ്റ് കണ്ടീഷനൊക്കെ അനുസരിച്ച് അതിൽ കോസ്റ്റ് കൂടാനും കുറയാനുള്ള സാധ്യതകളുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. തൃശ്ശൂർ ജില്ലകളിലാണെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. വീടിന്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസ് ആണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ അതിലേക്ക് ഇതുള്ള താല്പര്യമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.